ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു മിലിറ്ററി സൊല്യൂഷനിലേക്ക് നീങ്ങുന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി തീവ്രവാദികളുടെ താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സൈനികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും അത് ലക്ഷ്യം കണ്ടു എന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം കണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ചർച്ച നടത്തി ഇത് കൂടുതൽ വഷളാവുന്ന അവസ്ഥ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടത് CPIM ആണ് ആൾ പാർട്ടി മീറ്റിംഗിൽ. കാരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ, സാധാരണ ജനങ്ങൾ തീവ്രവാദത്തിനെതിരാണ്. അപ്പോൾ തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്രവാദത്തിന് അന്ത്യം കുറിക്കുകയും നിർദോഷികളായ 26 പേരെ നിഷ്കരുണം അവരുടെ മതം ഏതെന്ന് ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ സംഭവം അത് വളരെ കൃത്യമായി വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം അതിനെ ഭീകരവാദത്തിനെതിരായ ശക്തമായ നടപടികളിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ അതിന് നടത്തിയ ശ്രമം ലക്ഷ്യം കണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്നെ സമാധാനത്തിന് സന്നദ്ധമാവുകയാണ് വേണ്ടിയിരുന്നത് രണ്ട് ഭാഗവും. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം, ഡയറക്ടർ ജനറൽ ഓഫ് ഡിഫൻസ് ഓപ്പറേഷൻ പാകിസ്ഥാൻ ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഡിഫൻസ് ഓപ്പറേഷനെ ബന്ധപ്പെട്ടിട്ട് സീസ് സന്നദ്ധമാണ്, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, അവകാശവാദങ്ങളുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് CPIM പറയാനുള്ളത്, രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. മൂന്നാമതൊരു രാജ്യത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടിക്കാൻ പാടില്ല എന്ന സമീപനമാണ് CPIM എടുത്തു പോന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും എല്ലാ കാലവും പിന്തുടർന്നു പോന്നിട്ടുള്ള സമീപനം അതാണ്. അതിൽ നിന്ന് ഇപ്പോൾ വല്ല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും മധ്യസ്ഥനാകാൻ ചുമതലപ്പെടുത്തിയോ, അത് സംബന്ധിച്ച വിവരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വരും. അതിന്മേലുള്ള ഒരു വിവാദത്തെക്കാൾ കൂടുതൽ CPIM പ്രാധാന്യം കൊടുക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി വികസിക്കാതെ സമാധാനം സ്ഥാപിക്കാൻ, വെടിനിർത്തൽ നേടിയെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തലിനെ തുടർന്ന് ഇപ്പോൾ 12-ാം തീയതി മുതൽ ചർച്ച നടക്കും എന്നാണ് കാണുന്നത്. ആ ചർച്ചയിലൂടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. പുൽവാമയിൽ വളരെ ദാരുണമായ ആക്രമണം നടത്തിയ, കൂട്ടക്കുരു നടത്തിയ ഭീകരന്മാരെ ഇനിയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലോ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുള്ള സ്ഥലങ്ങളിലോ ഈ ഘാതകന്മാരായ ഭീകരവാദികൾ ഇപ്പോൾ ഒളിച്ചു കഴിയുന്നു എന്ന് വേണം കരുതാൻ. അവരെ പിടികൂടി ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനാണ് നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട്, എല്ലാതരം ഭീകരവാദങ്ങൾക്കുമെതിരായ ശക്തമായ നിലപാട് നമുക്ക് തുടർന്ന് കൈക്കൊള്ളേണ്ടി വരും. ഇപ്പോൾ ഇത് ആദ്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ്. രാത്രി മുഴുവൻ നടത്തിയ ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും, അത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വാദം കണക്കിലെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും അവർ മധ്യസ്ഥത വഹിച്ച് നടത്തിയൊരു ചർച്ചയാണ്. അപ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തു പോകുന്ന സമീപനവും CPIM എടുത്തു പോകുന്ന സമീപനവും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആ രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിൽ ചില സഹായകരമായ നിലപാടൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് ചിലപ്പം എടുക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ ഇരു രാജ്യങ്ങളുമാണ് ഇപ്പം യുദ്ധവിരാമത്തിന്, വെടിനിർത്തലിന് തീരുമാനിച്ചിട്ടുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുമാണ്. അപ്പോൾ അതിൽ വെടിനിർത്തലിന് ഈ രണ്ട് രാജ്യങ്ങളും കൈക്കൊണ്ട തീരുമാനത്തിന്
നമ്മളുടേതായ ഒരു പോസിറ്റീവായിട്ടുള്ള പരിഗണന അർഹിക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെയും നേതൃത്വത്തിനാണ്. രണ്ട് രാജ്യങ്ങളിലെ നേതൃത്വമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അത് നമ്മൾ കണക്കിലെടുക്കുക എന്നുള്ളതാണ്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനമന്ത്രി വിശ്വാസത്തിലെടുക്കണം, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം, സ്പെഷ്യൽ പാർലമെന്റ് സെഷൻ വിളിച്ച് ചർച്ച നടത്തണം, അങ്ങനെയുള്ള ആവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്താണ് അക്കാര്യത്തിൽ CPM-ന്റെ നിലപാട്? ഇതായിരുന്നു CPM-ന്റെ ആ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ട നിലപാട്. ഇപ്പോൾ എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാർലമെൻറ്റ് സെഷൻ നടക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അവിടെ ഇതിനെക്കുറിച്ച് പ്രത്യേക ചർച്ച നടത്താനും പ്രധാനമന്ത്രി തന്നെ ചർച്ചയ്ക്ക് മറുപടി പറയാൻ തയ്യാറാകണം എന്ന ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉന്നയിക്കാൻ കഴിയുന്നത്.